My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ലൈക്കോപോഡിയം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇതിൽ ലൈക്കോപോഡിയത്തെ സെലക്ട് ചെയ്യുന്നതിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ഒരു അവേർഷൻ ഇതിൽ പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. ദ ലൈക്കോപോഡിയം പേഷ്യൻറ്റ് കനോട്ട് ഈറ്റ് ഓയിസ്റ്റേഴ്സ്, ദേ മേക്ക് ഹിം സിക്ക്. ഓയിസ്റ്റേഴ്സ് ലൈക്കോപോഡിയം പേഷ്യൻറ്റിനെ വലിയ പ്രയാസത്തിലാക്കുന്നു. ഓയിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കക്ക ഇറച്ചി, കല്ലുമ്മേക്കായ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ വളരെ പരിമിതമായ തോതിൽ നമ്മുടെ നാട്ടിൽ ഓയിസ്റ്റേഴ്സിന് ഉപയോഗമുള്ളൂ. വിദേശങ്ങളിലിപ്പോൾ US മറ്റുമൊക്കെ ഈ ശംഖുകളെയും മറ്റുമൊക്കെ ജീവനോടുകൂടി തിന്നുന്ന രീതിയുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ, മദ്യത്തോടൊപ്പം മറ്റുമൊക്കെ. ഇവിടെ നമ്മുടെ കക്ക ഇറച്ചി, കല്ലുമ്മേക്കായ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് ചിലർക്ക് ഈ കക്കയിറച്ചി ധാരാളം ഹാർവെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അവിടെ എനിക്കറിയാം 1-2 സുഹൃത്തുക്കൾ ഇതേപോലെ കക്കയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ തടിച്ച് പൊങ്ങി വലിയ പ്രശ്നം ഉണ്ടാകും. വേറെ ആളുണ്ടായിരുന്നു ഞണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണത്തോടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മെഡിസിൻ സെലക്ഷന് വളരെയധികം സഹായിക്കും. ഇവിടെ ഓയിസ്റ്റേഴ്സാണ്. അതിനോടൊപ്പം വേറെ ചില ഇതേപോലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും കെൻ്റ് സാന്ദർഭികമായിട്ട് പറയുകയാണ്. Oysters seem to poison the lycopodium patient, just as onions are a poison to the thuja patient. thuja patient ഉള്ളി പ്രശ്നമാണ്. ഉള്ളി കഴിച്ചാൽ thuja patient പ്രശ്നം വരും. ഇനി അടുത്തത്, the oxalic patient cannot eat strawberries. സ്ട്രോബെറീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം, വളരെ രുചികരമായൊരു സാധനം സ്ട്രോബെറീസ്. പക്ഷേ ഓക്സാലിക് ആസിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ സ്ട്രോബെറീസ് പറ്റില്ല, ദഹിക്കില്ല സ്ട്രോബെറീസ്. If you ever have a patient get sick from eating strawberries, tomatoes or oysters and you have no homeopathic remedies at hand, it is a good thing to remember that cheese will digest strawberries or tomatoes or oysters in a few minutes. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോം റെമഡി പോലെ കെൻ്റ് പറയുകയാണ്. ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഓയിസ്റ്റേഴ്സ്, ടൊമാറ്റോസ്, സ്ട്രോബെറീസ്, ഒണിയൻസ് ഇതൊക്കെ കഴിച്ച് വയറ് ബുദ്ധിമുട്ടാകുന്ന രോഗി നിങ്ങളുടെ അടുത്ത് വരികയും അതിന് പറ്റിയ ഔഷധം നിങ്ങളുടെ അടുത്ത് ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറച്ച് ചീസ് തിന്നാൻ കൊടുക്കുക. ചീസ് ഏതാനും മിനിറ്റുകൾക്കകം ഈ സാധനങ്ങളെ ദഹിപ്പിച്ച് അസിമിലേറ്റ് ചെയ്യും. ലൈക്കോപോഡിയത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ സ്കിൻ സിംറ്റംസാണ് പറയുന്നത്. ദ സ്കിൻ അൾസറേറ്റ്സ്, ദർ ആർ പെയിൻഫുൾ അൾസേഴ്സ്, slowing ulcers beneath the skin, abscesses beneath the skin, cellular troubles. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന തരത്തിൽ സ്കിന്നിൽ നമ്മൾ വിട്ടുപോയ തരത്തിലുള്ള ചില അൾസേഴ്സ്, തൊലി ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ വരുന്നത്, ഇങ്ങനെ ഒക്കെ ലൈക്കോപോഡിയത്തിൽ വരും. The chronic ulcerations are indolent with false granulations, painful, burning, stinging and smarting, often relieved by applying cooling things and aggravated by warm poultices. അപ്പോൾ ഒത്തിരി സ്കിൻ പ്രശ്നങ്ങളുണ്ട്. വല്ലാതെ രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന, പൊള്ളലുണ്ടാക്കുന്ന, കുത്തി നോവിപ്പിക്കുന്ന വല്ലാത്ത പ്രശ്നങ്ങൾ, വിവരണാതീതമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സ്കിൻ അഫെക്ഷൻസ് ലൈക്കോപോഡിയം പേഷ്യൻ്റുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മൊഡാലിറ്റിയാണ് കൂളിംഗ് തിങ്സ്. ഒരു തണുത്ത തുണി നനച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുത്ത ഒരു സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേദനയ്ക്കും മറ്റുമൊക്കെ റിലീഫ് കിട്ടും. അതേസമയം ഹോട്ട് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അത് വർദ്ധിക്കും. ഇറ്റ് ഈസ് സംവാട്ട് എ ജനറൽ ഇൻ ലൈക്കോപോഡിയം ദാറ്റ് വാം പോൾട്ടീസസ് ആൻഡ് വാം അമീൽറൈഡ്സ്. Warm applications ameliorate the pain in the knee. The suppurating conditions and the gouty troubles. അപ്പോൾ വാംത് അമിലറേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ജനറൽ കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ മുട്ടിലെ വേദനയ്ക്കും ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റുമൊക്കെ ഹോട്ട് ആപ്ലിക്കേഷൻസ്
റിലീഫ് ചെയ്യും എന്നുള്ളതൊരു ജനറൽ കണ്ടീഷനാണ്. പക്ഷേ ഈ സ്കിന്നിൻ്റെ ഇത്തരം പ്രശ്നങ്ങളിൽ അൾസറേഷൻസിലും മറ്റുമൊക്കെ നേരെ തിരിച്ചാണ്. കോൾഡ് ആപ്ലിക്കേഷൻസാണ് റിലീഫ്. ഇൻ ആൻ അൺയൂഷ്വലി വാം ബെഡ് ആൻഡ് ഇൻ എ വാം റൂം ഹൈവ്സ് കം ഔട്ട്. വല്ലാതെ ചൂടായ കിടക്കയിൽ കിടന്നാൽ, ചൂടുള്ള മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചുവന്ന തടിപ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉയർന്നു വരും. ദ ഹൈവ്സ് കം ഔട്ട് ഈതർ ഇൻ നൊഡ്യൂൾസ് or in a long and irregular stripes, especially in the heat, and itch violently. അപ്പോൾ ഈ ഹൈവ്സ് നൊഡ്യൂൾസായിട്ട്, ഒറ്റപ്പെട്ട നൊഡ്യൂൾസായിട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ നൊഡ്യൂൾസിൻ്റെ ഒരു അറേ മാതിരി ഇറഗുലർ സ്ട്രൈപ്സായിട്ട് വരാം. എസ്പെഷ്യലി ഇൻ ഹീറ്റ്, ചൂടുള്ള അവസ്ഥയിലാണ്. വല്ലാതെ ഇച്ചിങ് ഉണ്ട്, വയലൻ്റ് ഇച്ചിങ് ഉണ്ട്. ലൈക്കോപൊഡി ഹാസ് ഇറപ്ഷൻസ് അപ്പോൺ ദ സ്കിൻ വിത്ത് വയലൻ്റ് ഇച്ചിങ്. വെസൈക്കിൾസ് ആൻഡ് സ്കെയിലി ഇറപ്ഷൻസ്. സ്കെയിലി ഇറപ്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. മോയ്സ്റ്റ് ഇറപ്ഷൻസ് ആൻഡ് ഡ്രൈ ഇറപ്ഷൻസ്. അത് മോയ്സ്റ്റി ആകാം, ഡ്രൈ ആകാം. ഫൊർഫറേഷ്യസ് ഇറപ്ഷൻസ്, അതും സ്കെയിലി ഇറപ്ഷൻസ് തന്നെ. ഇറപ്ഷൻസ് അബൌട്ട് ദ ലിപ്സ്, ബിഹൈൻഡ് ദ ഇയേഴ്സ്, അണ്ടർ ദ വിങ്സ് ഓഫ് ദ നോസ് ആൻഡ് അപ്പോൺ ദ ജെനിറ്റൽസ്. ഫിഷേഴ്സ് ഇറപ്ഷൻസ്, ബ്ലീഡിംഗ് ഫിഷേഴ്സ് ലൈക്ക് സാൾട്രിയം അപ്പോൺ ദ ഹാൻഡ്സ്. അപ്പോൾ എന്തൊക്കെ തരത്തിലാണെന്ന് നോക്കി. ഹൈവ്സ് മാതിരി, സ്കെയിൽസ് മാതിരി, അതെവിടെയൊക്കെ? ലിപ്സിൽ, ചെവിയുടെ പിന്നിൽ, മൂക്കിൻ്റെ വിങ്സിനടിയിൽ, ജെനിറ്റൽസിൽ, ബ്ലീഡിങ് ഫിഷേഴ്സ് മാതിരി, എക്സീമ മാതിരി, സാൾട്രിയം അപ്പോൾ ദ ഹാൻഡ്സ്, എക്സീമ മാതിരിയുള്ള സാധനങ്ങൾ. ദ സ്കിൻ ബിക്കംസ് തിക്ക് ആൻഡ് ഇൻഡ്രേറ്റഡ്. തൊലി വല്ലാതെ കട്ടിയുള്ളതായിട്ട് മാറുന്നു. ഈ ഒരവസ്ഥ ഞാൻ കോഴിക്കോട് താമസിക്കുമ്പോൾ വടകരയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധു ഒരു പെൺകുട്ടിയാണ്. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആകെ ഈ സ്കെയിലി ഇറപ്ഷൻസാണ് ശരീരത്തിൻ്റെ പല ഭാഗത്ത്. ഇതേപോലെ ചെവിയുടെ പിന്നിൽ, മൂക്കിൽ ഒക്കെ പ്രശ്നങ്ങൾ. വല്ലാതെ ഇച്ചിങ്, ഇങ്ങനെ വെറ്റായിരുന്നു, ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനഞ്ഞു വരുന്ന പോലെ. ഒരുപാട് ചികിത്സകൾ ചെയ്തു. അവിടെ ഉത്തരമലബാറിലെ മന്ത്രവാദം ഒക്കെ അപ്പോൾ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആയുർവേദം ചെയ്തു, അലോപ്പതി ചെയ്തു, ഇവിടെ മംഗലാപുരത്ത് കൊണ്ടുപോയി ചികിത്സിച്ചു, ഹോമിയോപ്പതി ചികിത്സയൊക്കെ ചെയ്തു. പക്ഷേ ഒരു രക്ഷയില്ല. വല്ലാതെ നിരാശപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഈ കുട്ടിയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നി, ഇത് സുഖപ്പെടുത്താൻ പറ്റുന്നതാണെന്ന്. സിംറ്റംസ് ഉണ്ട്, കുട്ടിക്ക് സിംറ്റംസ് ഉണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത്, ഇപ്പോൾ മരിച്ചുപോയ ഡോക്ടർ സുമേഷിനെ വിളിച്ചു. സുമേഷ് ഞാനൊന്ന് അയൽക്കമാണ്. സുമേഷിനോടും കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം കേസ് എടുക്കാമെന്ന് പറഞ്ഞു. ഇവരെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു. അവർക്ക് ചികിത്സ കൊണ്ട് ഗുണമില്ല, ഇനി മന്ത്രവാദമേ രക്ഷയുള്ളൂ, എന്തോ ബാധയാണെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. ഞാൻ ഒരു തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു. അവരെ കൊണ്ടുവന്നു. സുമേഷ് വിശദമായിട്ട് കേസെടുത്തു. കേസെടുത്ത ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, അപ്പോൾ ഞാൻ ട്രയോ കഴിക്കുന്ന ആളാണെന്ന് അറിയാം, ആൽബിയുടെ പോലൊരു ട്രയോയിലേക്ക് ഞാൻ പോവുകയാണ്. പക്ഷേ ഈ കേസിന് ഞാൻ ലൈക്കോപ്പൊഡിയും വെച്ചാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു വർഷം, 10 മാസത്തിലധികം എങ്ങനെയാലും എടുത്തു. ആ കുട്ടി സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. ഒരു വർഷം ലീവ് എടുത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കുമായിരുന്നു. ഒന്ന് അവർക്കൊരു മാനസിക ബലം കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചികിത്സ ഇട്ടിട്ട് പോകാൻ പാടില്ല. ഒരു ഘട്ടത്തിൽ സൾഫർ ഒക്കെ കഴിച്ച സമയത്താണ് എനിക്ക് തോന്നുന്നു, വല്ലാതെ ശരീരം മുഴുവൻ ഈ കുട്ടിയുടെ പൊട്ടി ഒലിച്ചു. ദുർഗന്ധം വരുമായിരുന്നു അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷേ കുട്ടി റിലീവ്ഡായിരുന്നു. ഞാൻ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി മെൻ്റലി റിലീവ്ഡാണ്. കുട്ടിക്ക് ടെൻഷനില്ല. കുട്ടിക്കൊരു പ്രത്യേകതരം ടെൻഷൻ, അത് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും. ലൈക്കോപ്പൊഡിയത്തിലുള്ളൊരു ടെൻഷൻ ആ കുട്ടിക്കുണ്ടായിരുന്നു. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആത്മഹത്യാ വാസന വരെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിപ്പോയി. കുട്ടി റിലീവ്ഡാണ്. അപ്പോൾ ഞാൻ കുട്ടിയുടെ ബന്ധുക്കളെയും അയൽവാസികളെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം ചികിത്സയിൽ
ഉറച്ചു നിർത്തിച്ചു. ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ സ്കിന്നൊക്കെ വളരെ ക്ലിയറായി. 1 വർഷമായപ്പോഴേക്കും വളരെ ഇമ്മാക്കുലേറ്റ് സ്കിൻ ആ കുട്ടിക്ക്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി പിന്നീട് 9ാം ക്ലാസ്സിൽ പിറ്റേ വർഷം പഠനം തുടരുകയും പിന്നീട് എനിക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ, ഒരു 3-4 വർഷത്തേക്ക് കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. ലൈക്കോപോഡിയം ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ ആൻറ്റിസോറിക്കാണ്, ആൻറ്റിസിഫിലിറ്റിക്കാണ്, ആൻറ്റിസൈക്കോട്ടിക്കാണ്. വളരെ സങ്കീർണമായ രോഗാവസ്ഥകളിൽ രോഗശാന്തിയിലേക്ക് നയിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലൈക്കോപോഡിയത്തെക്കുറിച്ച് ഞാനും കുറച്ചൊക്കെ വായിച്ചു. പിന്നീട് ഡോക്ടർ ജൻബാബുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ കോംപ്ലിക്കേറ്റഡ് കേസസിനെ ഹീൽ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാണ്. അത് നിങ്ങൾക്കും ഭാവിയിൽ അത് ഉപകരിക്കുമെന്നുള്ളതാണ് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ബാബുചേട്ടൻ പറഞ്ഞൊരു ഉദാഹരണം, ഒരു റോഡിൽ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇറഗുലറായിട്ട് തിങ്ങി നിറഞ്ഞ് ബ്ലോക്കായി. ട്രാഫിക് പോലീസൊന്നും ഇല്ലായിരുന്നു. പല വഴിയിൽ നിങ്ങൾക്ക് പരിചയം, ഒരു ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ഇല്ല, ട്രാഫിക് പോലീസ് ഇല്ല, എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആകെ സ്ട്രക്കായി. ഇതാണ് ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ. ഇതാണ് അതിനോട് നമുക്ക് സാമ്യപ്പെടുത്താമെങ്കിൽ അതിൽ നിന്ന് ഒരു വണ്ടി, അതാണ് ഒരു പേഷ്യൻ്റ്, ഒരു പേഴ്സൺ, അയാളെ ആ കോംപ്ലിക്കേഷനിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ വാഹനം അല്പം ഒന്ന് മുമ്പോട്ട് എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് പിന്നോട്ട് പോകേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരും, ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ പല തരത്തിൽ മുന്നോട്ടും പിന്നോട്ടും ഒക്കെയുള്ള പല മൂവ്മെൻറ്റ്സിന് ശേഷം ആയിരിക്കാം ആ ബ്ലോക്കിൽ നിന്നും പുറത്ത് ഫ്രീ പാത്തിലേക്ക് അല്ലെങ്കിൽ ഹെൽത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ചില തിരിച്ചടികൾ ഉണ്ടാകുന്ന പോലെ തോന്നിയേക്കാം. ചിലപ്പോൾ പിന്നാക്കം വരവ്, ഒരു യൂട്ടേൺ എടുക്കലൊക്കെ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില ഔഷധങ്ങൾ ആൻറ്റിഡോട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെ സങ്കീർണമായ അവസ്ഥകളാണ്. എനിക്ക് വളരെ വളരെ മനോഹരമായിട്ട് തോന്നി ആ ഒരു ഉപമ. വല്ലാത്ത ബ്ലോക്കിൽ കിടക്കുന്നൊരു വാഹനം പുറത്തെത്തിക്കുന്നത് പോലെയാണ് ഒരു കോംപ്ലിക്കേറ്റഡ്, ഇതേപോലെ സിഫിലിസും സോറയും സൈക്കോസിസും ഒക്കെ ജനറേഷൻസായിട്ട് വന്നിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ. അപ്പം അത്തരം കേസിലൊക്കെ ട്രയോയോ അതുപോലുള്ള മറ്റ് തരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങളോ ഒക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധാപൂർവം മെറ്റീരിയ മെഡിക്കുകയും അതിൻ്റെ ഫിലോസഫിയും ഒക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ല രോഗശാന്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദ സൈറ്റ്സ് ഓഫ് ഓൾഡ് ബോയിൽസ് ആൻഡ് പസ്യൂൾസ് ബിക്കം ഇൻറ്ററേറ്റഡ് ആൻഡ് ഫോം നൊഡ്യൂൾസ് ദാറ്റ് റിമെയിൻ എ ലോങ് ടൈം. വല്ലാതെ നൊഡ്യൂൾസായിട്ട് കട്ടിയായിട്ട് ദീർഘകാലം നിലനിൽക്കുന്ന അവസ്ഥ. ദ സ്കിൻ ലുക്സ് അൺഹെൽത്തി ലുക്കാണ്. ആൻഡ് ഇറ്റ് വിൽ സ്ലോ ഈസിലി, എളുപ്പത്തിൽ അടർന്നു പോകും. ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ അവസ്ഥയായിരുന്നു, അത് എളുപ്പത്തിൽ അടർന്നു പോകും. ഇറ്റ് വിൽ സ്ലോ ഈസിലി. വൂൺസ് റെഫ്യൂസ് ടു ഹീൽ, അത് ഹീൽ ചെയ്യാത്ത വൂൺസ്. സർഫസ് വൂൺസ് സൂപ്പറേറ്റ് ആസ് ഇഫ് ദേ ഹാഡ് കണ്ടെയ്ൻ സ്പ്ലിൻഡേഴ്സ് ആൻഡ് ദിസ് സൂപ്പറേഷൻ ബറോസ് അലോങ് അണ്ടർ ദ സ്കിൻ. നോക്കി, എന്തെങ്കിലും സ്പ്ലിൻഡേഴ്സ് ഉണ്ടാകുമ്പോൾ വരുന്ന സമയത്തുള്ള സൂപ്പറേഷൻസ്, വല്ലാത്തൊരു സ്കിൻ, വല്ലാത്തൊരു അവസ്ഥ. തന്നെ കുട്ടിയുടെ ഇതിൽ ഞാൻ ഓർക്കുന്നുണ്ട്. കണ്ടാൽ നമുക്ക് ഭയവും അറപ്പും ഒക്കെ തോന്നുന്ന തരത്തിലുള്ള സ്കിന്ന്. അൾസേഴ്സ് ബ്ലീഡ് ആൻഡ് ഫോം ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് തിക്ക് യെല്ലോ ഒഫൻസീവ് ഗ്രീൻ പസ്. ഉണ്ടോ, വല്ലാതെ ദുർഗന്ധം ഉണ്ടാക്കുന്ന പച്ച നിറത്തിലുള്ള പസ്. ആ ഗ്രീൻ പസ്സും ഒഫൻസീവ്നെസ്സും ഒക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു. ഷാങ്കേഴ്സ് ആൻഡ് ഷാങ്കോഴ്സ് ഓഫൺ ഫൈൻഡ് ദർ സിമിലർ ലൈക്കോപോഡിയം. ഇത് ആൻറ്റിസിഫിലിറ്റിക്കും ആൻറ്റിസൈക്കോട്ടിക്കുമാണ്. ദ ലൈക്കോപോഡിയം സ്റ്റേറ്റ് വെൻ ഡെസിഫേർഡ് ഷോസ് ഫീബിൾനെസ് ത്രൂഔട്ട്. ഇതിന് മറ്റൊരവസ്ഥ പറയുകയാണ്, ഫീബിൾനെസ്, ഒരു ദുർബലമായ അവസ്ഥ, വളരെ ദൗർബല്യമുള്ള ഒരു ശരീരം മാത്രമല്ല മനസ്സും അങ്ങനെ. എ വെരി ലോ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്, പുവർ ടോൺ ആൻഡ് പുവർ സർക്കുലേഷൻ. ഉണ്ടോ, ആർട്ടറീസും വെയിൻസിൻ്റെ ഒക്കെ വളരെ ലോ സ്റ്റേറ്റ്, ദുർബലമായൊരവസ്ഥ, ആ ഒരു ഫീബിൾനെസ്. സർക്കുലേഷൻ വളരെ പൂറാണ്, വളരെ പൂർ സർക്കുലേഷനാണ്. അപ്പോൾ എനിക്ക് ട്രയോ നിർദ്ദേശിക്കുകയും ട്രയോ
എനിക്ക് ഗുണം ചെയ്യുകയും ചെയ്തു വന്നപ്പോൾ എൻ്റെ വല്ലാതെയുള്ള ഉഷ്ണപ്രകൃതത്തെക്കുറിച്ച്, അത് ഒരു ആൻറ്റി റാബീസ് വാക്സിനേഷനെ തുടർന്നുണ്ടായതാണ്. അതിനെക്കുറിച്ച് ബാബുചേട്ടൻ്റെ ഒരു നിഗമനം ഇതായിരുന്നു. ആൻറ്റി റാബീസ് വാക്സിനേഷൻ കൊണ്ടായിരിക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല, ബ്ലഡ് സർക്കുലേഷൻ പൂറായി, പ്രോപ്പറായിട്ട് ഉള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ബോഡിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ പുറന്തള്ളാനും ഒരു സമശീതോഷ്ണ അവസ്ഥ നിലനിർത്താനും പറ്റുന്നില്ല. ആ ഒരു ഫീബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ പൂർ സർക്കുലേഷൻ. അപ്പോൾ അതും ലൈക്കോപോഡിയം കവർ ചെയ്യുന്നുണ്ട്. നമ്പനസ് ഇൻ സ്പോട്സ്, ഓരോരോ സ്പോട്സിലായിട്ട് നമ്പനസ്. എമിസിയേഷൻ ഓഫ് സിംഗിൾ മെമ്പേഴ്സ്, ചില ശരീരഭാഗങ്ങൾ മാത്രം ശോഷിക്കുന്ന അവസ്ഥ. നേരത്തെ നമ്മൾ എക്സ്ട്രീമിറ്റീസ് ശോഷിക്കുന്ന കാര്യം പറഞ്ഞു, അപ്പർ ലിംസ് ശോഷിക്കുന്ന കാര്യം പറഞ്ഞു, കഴുത്ത് ശോഷിക്കും. ഇവിടെ അങ്ങനെയല്ല, സിംഗിൾ മെമ്പേഴ്സ്, ഒറ്റപ്പെട്ട ചില ഭാഗങ്ങളിൽ ശോഷിക്കുന്ന അവസ്ഥ. ഡെഡ്നെസ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ്, കൈകാലിലെ വിരലുകളിൽ ഒരു മരവിച്ച് ചത്തുപോയൊരവസ്ഥ. സ്റ്റാഗറിങ് ആൻഡ് ഇന്നബിലിറ്റി ടു മേക്ക് യൂസ് ഓഫ് ദ ലിംസിനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഇനേബിൾ ആയിട്ടുള്ള അവസ്ഥ വരുന്നു. ക്ലംസിനെസ് ആൻഡ് ഓക്വേർഡ്നെസ് ഓഫ് ദ ലിംസ്, ട്രംബ്ലിങ് ഓഫ് ദ ലിംസ്. അപ്പോൾ ലിംസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫ്രോസൺ അവസ്ഥ, ട്രംബ്ലിങ്, ഓക്വേർഡ്നെസ് ഒക്കെ ലിംസിലുണ്ട്. ഇനി ലൈക്കോപോഡിയത്തിൻ്റെ മെൻ്റൽ സിംപ്റ്റംസിലേക്ക് വരികയാണ്. ദ മെൻ്റൽ സിംപ്റ്റംസ് ഓഫ് ലൈക്കോപോഡിയം ആർ ന്യൂമറസ്. ഹീസ് ടയേർഡ്, ഒരു ടയേർഡ് പേഷ്യൻ്റാണ്, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന തരത്തിലുള്ള പേഷ്യൻ്റാണ്. ഹി ഹാസ് എ ടയേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, എ ക്രോണിക് ഫാറ്റിക്, ഫോർഗെറ്റ്ഫുൾനെസ്, aversion to undertaking anything new, aversion to appearing in a new role, aversion to his own work. അപ്പോൾ ഒരു പുതിയൊരു കാര്യം ചെയ്യാനുള്ള മടി, സ്വന്തം ജോലിയിൽ തന്നെ ചെയ്യാനുള്ള മടിയുണ്ട്. ഇനി പുതിയൊരു സംരംഭം, ബിസിനസ്സുകാരൻ പുതിയൊരു സംരംഭം, ഒരു വിദ്യാർത്ഥിയൻ പുതിയൊരു അക്കാഡമിക് ഇയർ, പുതിയൊരു ചാപ്റ്റർ, പുതിയൊരു സബ്ജക്റ്റ്, അത് തുടങ്ങിക്കിട്ടാൻ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള വല്ലാത്തൊരു പ്രയാസം. അത് പലരും കാണാറുണ്ട്. ഒരു മാറ്റത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബിസിനസ്സിലും മറ്റുമൊക്കെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടി വരും. പുതിയ ബിസിനസ് മോഡൽസ്, പുതിയ ബിസിനസ് സ്ട്രാറ്റജീസ്, പുതിയ ബിസിനസ് പ്ലാൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പം അത്തരം അവസ്ഥയിൽ അവിടെ സ്തംഭിച്ച് നിൽക്കുന്ന, മരവിച്ച് നിൽക്കുന്ന, ഫീബിളായിട്ടുണ്ടോ, ടയേർഡായിട്ട് നിൽക്കുന്ന അവസ്ഥ. ഞാനൊരു ബിസിനസ് ജേർണലിസ്റ്റ് ആയിരുന്നുകൊണ്ട് ഒരു 4 വർഷത്തോളം ചില ആളുകളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചില ആളുകളുമായിട്ട് നമ്മൾ വളരെ സൗഹൃദത്തിലാവും. ചില ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ പരിചയമുള്ള ഹോമിയോപാത്തിൻ്റെ അടുത്തേക്ക് വിടുകയും ചെയ്തിട്ടുള്ളത്. ലൈക്കോപോഡിയം അതിനെ കവർ ചെയ്യും. പ്രോപ്പർ ജനറൽസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ലൈക്കോപോഡിയം അവരെ ഹീൽ ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ്. ഒത്തിരി ആളുകളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഫോർഗെറ്റ്ഫുൾനെസ് വരുന്നു, ക്രോണിക് ഫാറ്റിക് ഉണ്ടാകുന്നു, ടയേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, aversion to undertake anything new, aversion to appearing in new role, പുതിയൊരു റോളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റായിക, aversion to his own work. ഉണ്ടോ, എത്ര ശക്തമായ ലക്ഷണങ്ങളാണ് നോക്കുക. ഡ്രഡ്സ് ലെസ്റ്റ് സംതിങ് വിൽ ഹാപ്പൻ, ഉണ്ടോ, എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ഭീതി, ഡ്രഡാണ് ഭീതി മനസ്സിൽ. ലെസ്റ്റ് ഹി വിൽ ഫോർഗെറ്റ് സംതിങ്, എന്തോ മറന്നു പോകുമെന്നുള്ള ഭീതി. എ കണ്ടിന്യൂലി ഇൻക്രീസിങ് ഡ്രഡ് ഓഫ് അപ്പിയറിംഗ് ഇൻ പബ്ലിക് കംസ് ഓൺ, പൊതു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ഒരു ഭയം പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്നു. പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനാകാതെ ഒരാൾക്ക് എങ്ങനെ അയാളുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. യെറ്റ് എ ഹൊറർ അറ്റ് ടൈംസ് എ സോളിറ്റ്യൂഡ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ പോലും, ഈ പബ്ലിക്കിൽ അപ്പിയർ ചെയ്യാനുള്ള ഭയം ഉണ്ടെങ്കിൽ പോലും സോളിറ്റ്യൂഡിനോട്, ഏകാന്തതയോട് ഭയമുണ്ട്. നോക്കൂ, ഒരു തരത്തിൽ റിലീഫ് കിട്ടാത്തൊരവസ്ഥ. ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനും പ്രയാസം. ഒറ്റക്കാകുമ്പോൾ, സോളിറ്റ്യൂഡാകുമ്പോൾ അവിടെയും ഭയം. വല്ലാത്തൊരു സങ്കീർണൊരവസ്ഥയിലേക്ക്, ജീവിത നൈരാശ്യത്തിലേക്കും ആത്മഹത്യ ചിന്തയിലേക്കും ഈ ലൈക്കോപോഡിയം പേഷ്യൻ്റ് പോകും. ഓഫൺ ഇൻ പ്രൊഫഷണൽ മെൻ ലൈക്ക് ലോയേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് who have to appear in public, there is a feeling of incompetence,
a feeling of inability to undertake his task, although he has been accustomed to it for many years. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പരിചയിച്ച ഒരു പ്രയത്നം ഇപ്പോൾ ഒരു ലോയർ, മിനിസ്റ്റർ, ഒരു അഭിഭാഷകൻ കോടതിയിൽ പ്രത്യക്ഷപ്പെടണം. മിനിസ്റ്റർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ പുരോഹിതനെ കുറിച്ചാണ്. ക്രിസ്ത്യൻ പുരോഹിതൻ ദേവാലയത്തിൽ വരുന്ന ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും പ്രാർത്ഥന നടത്തുകയും പ്രസംഗിക്കുകയും വേണം. അല്ലെങ്കിൽ അധ്യാപകനാകാം, ക്ലാസ് മുറിയിൽ പോകണം. അപ്പോൾ അവർക്കൊക്കെ അത് പറ്റാതെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു സന്ദർഭത്തിൽ അത് പറ്റാതായി വരുത്തിയിരുന്നു. എ ലോയർ കനോട്ട് തിങ്ക് ഓഫ് അപ്പിയറിംഗ് ഇൻ കോർട്ട്. ഹി procrastinates. He delays until he is obliged to appear because he has a fear that he will stumble, that he will make mistakes, that he will forget, and yet when he undertake it, he goes through it with ease and comfort. അതായത് ഒരു കേസ്, ഉദാഹരണത്തിന് കേസ് കോടതിയിൽ അപ്പിയർ ചെയ്യണം. അപ്പോൾ ഇയാൾക്ക് ആശങ്കകളാണ്. കോടതിയിൽ പോയി വാദത്തിനിടെ എന്തെങ്കിലും തെറ്റുകൾ പറയുമോ, എന്തെങ്കിലും പെട്ടെന്ന് മറന്നു പോകും, ഒരു ലോ പോയിൻ്റ് മറന്നു പോകും, ഒരു വകുപ്പ് പറയാൻ മറന്നു പോകും, അങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ. അതുകൊണ്ട് എന്താ, ഈ പ്രൊക്കാസ്റ്റിനേറ്റ് എന്ന് വെച്ചാൽ നീട്ടി വെക്കുക. കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കും, ആ കേസ് നീട്ടി വെക്കണം. മനസ്സിലായോ? പക്ഷേ ആ ബാരിയറിന്, മെൻ്റൽ ബാരിയറിന് മറികടന്ന് അപ്പിയർ ചെയ്താലോ അയാൾ ഭംഗിയായിട്ട് ചെയ്യും. ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്, ഒരു ആശങ്കയാണ്. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആശങ്ക, ഒരു ഭയം. അതുകൊണ്ട് ആ ടാസ്ക് നീട്ടി വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനെ മറികടന്ന് അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അത് തീർക്കുകയും ചെയ്യും. ദിസ് ഈസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓൾസോ ഓഫ് സൈലീഷ്യ. നോ മെഡിസിൻസ് ഹാവ് ദിസ് ഫിയർ സോ മാർക്ഡ് ആസ് ദീസ് ടു. ഉണ്ടോ? ഈ ഒരു അവസ്ഥ സൈലീഷ്യയിലുണ്ട്. അതുകൊണ്ട് കെൻ്റ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പറയുകയാണ്, ലൈക്കോപോഡിയത്തിലും സൈലീഷ്യയിലും ഉള്ളതുപോലെ നമ്മളെ മെറ്റീരിയ മെഡിക്കയിൽ മറ്റൊരു ഔഷധത്തിനും ഈ ഒരു അവസ്ഥ ഇല്ല. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞൊരു പ്രൊക്രാസ്റ്റിനേറ്ററുടെ അവസ്ഥ ഇല്ല. അപ്പോൾ അത് മനസ്സിൽ സൂക്ഷിക്കുക. ഇതേപോലുള്ള രോഗാവസ്ഥയിലുള്ളവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ പലരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരെ ഹോമിയോപ്പതി സുഖപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിലും പ്രാക്ടീസിലും ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ധൈര്യത്തോടെ ആ കേസുകൾ എടുക്കാനും, അത് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ അത് ലൈക്കോപോഡിയായാലും സൈലീഷ്യായാലും എന്തായാലും അത് ശരിയായ രീതിയിൽ കൊടുത്ത് അവരെ രോഗശാന്തിയിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.